കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗിയുടെ ഭാര്യയോട് ഡോക്ടർ അപമര്യാദയായി പെരുമാറിയ സംഭവത്തിൽ രോഗിക്ക് ചികിത്സ നിഷേധിച്ചതായും വ്യക്തമാവുന്നു. മതിയായ ചികിത്സ യഥാസമയം ലഭിക്കാത്തതിനെ തുടർന്ന് രോഗി ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിലാണ്. മെയ് 11-ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട രോഗിക്ക് 55 ദിവസം പിന്നിട്ടിട്ടും കാര്യമായി യാതൊരു ചികിത്സയും ലഭിച്ചിട്ടില്ല. തന്റെ ലൈംഗിക ഇംഗിതത്തിന് രോഗിയുടെ ഭാര്യ വഴങ്ങാത്തതിന് ചികിത്സ നിഷേധിച്ചുകൊണ്ടാണ് ഡോക്ടർ പകരം വീട്ടിയത്. ഇതിങ്ങനെ പൊട്ടിയിട്ടുണ്ട്, അതിനൊക്കെ ഡ്രസ്സ് ചെയ്യാനായിട്ടൊന്നും വരുമൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കറിയാം, നീ അല്ല തീരുമാനിക്കുന്നത് എന്നോട് പറഞ്ഞു. അങ്ങനെ ചെയ്യാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇപ്പം ഞാൻ ചെല്ല് വഴങ്ങാത്തതിൻ്റെ പേരിലാണ് ഇങ്ങനെ ചേട്ടാനായിട്ട് ഇങ്ങോട്ട് വലിക്കുന്നതെന്നേരം എനിക്ക് മനസ്സിലായപ്പോൾ തൊട്ടാ ഞാനിത് ആരോടെങ്കിലും പറയണമല്ലോ. 1.5 മാസം ചികിത്സ ലഭിക്കാതെ ആശുപത്രി കിടക്കയിൽ കഴിയേണ്ടി വന്ന ഈ നിർധന യുവാവിൻ്റെ സ്ഥിതി ഇന്ന് അതീവ ദയനീയമാണ്. ശരീരമാസകലം പഴുപ്പ് ബാധിച്ച് വേദന തിന്ന് ആശുപത്രി കിടക്കയിൽ നിരാശ്രയനായി കഴിയുന്നു. രോഗിക്കിനി സാധാരണ നിലയിലേക്ക് മടങ്ങി വരാനാവില്ലെന്നാണ് വിദഗ്ധ ഡോക്ടർമാരുടെ വിലയിരുത്തൽ. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ PK ബാലകൃഷ്ണൻ. ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ രോഗി ഇത്രയും നാൾ കിടന്നതിൻ്റെ ഭാഗമായിട്ട് പുറകിൽ ചെറിയൊരു വ്രണമുണ്ട്. ആ വ്രണം ഉണങ്ങുന്നത് മുറയ്ക്ക് ഉണങ്ങുന്നത് എന്നാണോ നമുക്കത് സേഫായിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ദിവസം എമർജൻസി ആയിട്ട് തന്നെ ഒരു പ്രത്യേക കൺസിഡറേഷനിൽ ഈ രോഗിക്ക് നമ്മൾ ഓപ്പറേഷൻ ചെയ്യും. 3 കുട്ടികളുള്ള ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് നിരാശ്രയനായി 2 മാസമായി ആശുപത്രി കിടക്കയിൽ കഴിയുന്നത്. മികച്ച ചികിത്സ തുടക്കത്തിൽ ലഭിച്ചിരുന്നുവെങ്കിൽ ഈ കുടുംബത്തിന് ഈ ദുർഗതി വരുമായിരുന്നില്ല. ഡോക്ടറുടെ ഞരമ്പ് രോഗം തകർത്തത് ഒരു കുടുംബത്തിന്റെ ആകെ പ്രതീക്ഷയാണ്. ക്യാമറമാൻ സാംജിത്തിനൊപ്പം സാലി മുഹമ്മദ്, കോട്ടയം.